ഹലോ, നമസ്കാരം. ഹാപ്പി പൊങ്കൽ. ഇന്ന് പൊങ്കലാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അരിയൊക്കെ അരച്ച് തലേദിവസം തന്നെ വെച്ചിട്ടുണ്ട്. നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ദോശ മാത്രമല്ല കേട്ടോ, ഇന്ന് പൊങ്കലും വെക്കുന്നുണ്ട്. അപ്പോൾ വെൺപൊങ്കൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചരി, സോനാ മസൂരിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1/2 ഗ്ലാസ് ചെറിയ പരിപ്പില്ലേ, നമ്മളെ മൂങ് ദാൽ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം വാഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പൊങ്കൽ പ്രേമികളാരും ഇല്ല. അപ്പോൾ കുറേശ്ശെ ഇന്ന് പൊങ്കലായതുകൊണ്ട് ഒരു പേരിന് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ വെച്ചാൽ നല്ലോണം മാഷായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 4 ഗ്ലാസ് വെള്ളം വെക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് നിങ്ങൾ ഏത് പച്ചരിയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് വേവ് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർക്കാവുന്നതാണ്. ഞാനപ്പോൾ ഇതിൽ വാഷ് ചെയ്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ അരിയും ഞാൻ എടുത്തേക്കുന്നതിന് ഒരു 5 ഹലോ, വിസിൽ വന്നാൽ എല്ലാവർക്കും മതിയാവും. നമസ്കാരം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഞാനിത് എല്ലാവർക്കും കുക്ക് ചെയ്യാൻ വെക്കാം പൊങ്കൽ കേട്ടോ. ആശംസകൾ. ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ. അപ്പോൾ ഇത് കാണുന്ന മലയാളി പ്രേക്ഷകരായാലും ശരി, തമിഴ് സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി, എല്ലാവർക്കും പൊങ്കൽ ആശംസകൾ. അപ്പോൾ 1.5 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചും വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെ പോകുന്നെന്ന്. അപ്പോൾ ഈ ദിവസം എങ്ങനെ പോയെന്ന് ഞാനൊരു ചെറിയൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പൊങ്കൽ ആഘോഷിക്കുക. അപ്പോൾ നല്ലൊരു ദിവസം കേട്ടോ. അപ്പോൾ പൊങ്കൽ വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ നമ്മൾ കുറച്ച് വട വറുക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായതും കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ വടയ്ക്കുള്ള മാവൊക്കെ ഞാൻ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ മസാല വട ഉണ്ടാക്കാൻ ഞാൻ ആരോടും പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ചന്നാ ദാൽ അതൊന്ന് കുതിർത്ത് വെച്ച് അരച്ച് അതിലേക്ക് ഉള്ളി, പച്ചമുളക്, ജീരകം, പിന്നെന്താ കായം, കറിവേപ്പില, കുറച്ച് മുളക്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം എന്താ പറയുക, നല്ല അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ വടയുടെ ഷേപ്പിൽ തട്ടി ചൂടായ എണ്ണയിലോട്ടിടാണ്. അപ്പം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ള മാവുകളെല്ലാം തന്നെ ബാക്കി വടകൾ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ഉഴുന്നുവടയാണ് പൊങ്കലിനുണ്ടാക്കുക. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പൊങ്കൽ പ്രേമികളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന കാര്യങ്ങളോ അന്ന് ഇഷ്ടമുള്ള ആൾക്കാരൊന്നും ഞങ്ങളുടെ വീട്ടിലധികം ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് മസാല വടയാണെങ്കിൽ പിള്ളേരായാലും ഹസ്ബൻഡായാലും കഴിച്ചോളും. അപ്പം അതുകൊണ്ടാണ് മസാല വട ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വട ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? നല്ലോണം സെലിബ്രേറ്റ് ചെയ്തോ? ഇപ്രാവശ്യം ഞങ്ങൾ കരിമ്പൊന്നും വാങ്ങിയില്ല. പോയ പ്രാവശ്യം നല്ല അടിച്ച് പൊളിച്ച് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. പക്ഷേ കരിമ്പൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര വേസ്റ്റായി പോകും ഞങ്ങളുടെ വീട്ടിൽ. അതാരും കഴിക്കാണ്ട് പിന്നെ വെറുതെ എടുത്ത് കളയുമായിരിക്കും. ഇതൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വാങ്ങിക്കുക. അപ്പോൾ ദേ നമ്മുടെ പൊങ്കൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് തുറക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ നല്ലോണം വെള്ളം ചേർത്തുകൊണ്ട് തന്നെ നല്ലോണം മാഷായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഇളക്കലിൽ തന്നെ നല്ലോണം ഇനിയും കുറച്ചുകൂടെ ഒന്ന് നല്ലോണം മാഷായിട്ട് കിട്ടിക്കോളും. ഈ പൊങ്കലിലേക്ക് ചേർക്കാനുള്ള ചേരുവകകളാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യിടുകയാണ്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ആണല്ലോ മെയിൻ പൊങ്കലിൽ. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ജീരകം, ചെറിയ ജീരകമില്ലേ, അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് എത്രയാണോ വേണ്ടത് അത്രയും കുരുമുളക് ഒന്ന് ഇടിച്ചിട്ടിടുക. അപ്പോൾ അങ്ങനെ എല്ലാം ഇങ്ങനെ മുഴുവനായിട്ട് കിടന്നാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ ഒന്നൊന്ന് ഇടിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാവരുടെ അടുത്തും പോയി പൊങ്കലിൽ നല്ലോണം ചേരും. അപ്പോൾ അതൊന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവാൻ വിടുക കേട്ടോ. ഒത്തിരിയും കരിഞ്ഞു പോകരുത്. അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില വാഷ് ചെയ്തത് ഇടുക.
കൂടെ തന്നെ നമ്മൾ കുറച്ച് കാഷ്നട്ടും കൂടി ഇടുന്നുണ്ട്. ഇതിൽ ഇനി ഇടാം കേട്ടോ, കുറേ കാര്യങ്ങൾ ഇടാം. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചൊക്കെ ഇടാം. അതായത് നിറയെ പേര് മുന്തിരി, ഡ്രൈ മുന്തിരിയൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഞാൻ ഇടാറില്ല കേട്ടോ. അതുകൊണ്ട് കാഷ്നട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഫ്രൈ ആക്കിയിട്ട് ഞാൻ പൊങ്കൽ കുക്കറിൽ നിന്ന് മാറ്റിയായിരുന്നു. ഒരു ഹോട്ട് പാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ സമയം എടുക്കില്ല. അപ്പോൾ അത് ചൂടായിട്ട് തന്നെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഹോട്ട് പാക്കിലോട്ട് മാറ്റിയിട്ടാണ് ഈ ഒരു ചേരുവക ചേർക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നാൽ ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ മിക്സ് ആക്കിയാലേ നല്ലോണം മിക്സ് ആവുള്ളൂ. ഇല്ലെങ്കിൽ പൊങ്കൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയും കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇത് നല്ല ചൂടിലിരിക്കുമ്പോൾ തന്നെ ചേർക്കുക. എന്നിട്ട് എല്ലായിടത്തും പോകുന്ന പോലെ ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ചേരുവകളാണ് പൊങ്കലിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഉപ്പൊക്കെ ആദ്യമേ തന്നെ ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇതൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട്. പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. ഞാനത് അടച്ചൊരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ചക്കര പൊങ്കലാണ്. ചക്കര പൊങ്കൽ കുറച്ച് പേരിന് വേണ്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ 1/2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തത്. അപ്പോൾ തുണ നല്ലോണം പോയിട്ടുണ്ട്. 1/2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/4 ഗ്ലാസ് ചെറിയ പരിപ്പ്. നമ്മൾ മറ്റേ പൊങ്കലിന് ഉപയോഗിച്ച അതേ പരിപ്പ് തന്നെ. കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതിന് വേണ്ടി ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് ഇടുന്നത് കേട്ടോ. എന്നുവെച്ചാൽ ഇതും നമുക്ക് നല്ലോണം കുഴഞ്ഞ് കിട്ടണം. അതിന് വേണ്ടിയിട്ട് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒന്നും ചേർക്കണ്ട. ഇത്രയും ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതേ 5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാൻ വെക്കാം. ചക്കര പൊങ്കലിൻ്റെ നല്ലോണം മാഷാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ശർക്കര ചേർത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതും കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ശർക്കരയൊക്കെ ആവശ്യത്തിനുള്ള ശർക്കരയൊക്കെ ഞാൻ ചിരകി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ഏലക്ക ഒന്ന് ഇടിച്ചിട്ട് അതും ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയൊരു തീയിൽ നമുക്ക് ഈ ചക്കര പൊങ്കലൊന്ന് നല്ലോണം യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറിയ തീയിൽ വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് തന്നെ വേറൊരു ചെറിയ പാനിൽ കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് നെയ്യിൽ ഫ്രൈ ആക്കി അതും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കര പൊങ്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിയും വടയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ദൈവത്തിന് വെച്ചിരിക്കുന്ന പ്ലേറ്റ്. അങ്ങനെ തന്നെ കുട്ടികൾക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ദോശയും കൂടെ വെച്ചിട്ടുണ്ട്. How was it? Nice. Kichu, how was it? Super, huh? Did you eat everything? Kichu, that is pongal. You should eat dosa with chutney, pongal with chutney, and vada. Okay? Taste pongal and tell me. Super. Did you eat? Okay. Awesome. Really? You like pongal? Okay. So say everyone, wish everyone happy pongal. Happy Pongal.